ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോഴേക്കും രവീന്ദ്രനെയും കൂട്ടി സച്ചി വീടിൻ്റെ പടിയിറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നാളെ തുടങ്ങുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തിനാ രവിയേട്ടൻ നീ ഇതെങ്ങോട്ടാടാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നല്ലാതെ എൻ്റെ അച്ഛനെ ഞാനിവിടെ ഒറ്റയ്ക്കിട്ടൊന്നും പോകില്ല, പോകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയേ പോകത്തുള്ളൂ എന്ന് ചോദിക്കും. വാ അച്ഛ നമുക്ക് പോകാം. ഇപ്പോൾ ജീവപര്യന്താണെങ്കിൽ പോലും 20 വർഷം കഴിഞ്ഞാൽ ഇറങ്ങും. ഇതിപ്പോൾ 30 വർഷത്തിൽ കൂടുതലായില്ലേ, ഇനിയെങ്കിലും അച്ഛൻ ഇത്തിരി സമാധാനം ജീവിക്കച്ചാന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തു പോയി എവിടെയെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാമെന്ന് പറഞ്ഞ് സച്ചി രവീന്ദ്രനെയും കൂട്ടി വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എടാ നീ എന്താണ് പൊട്ടനെ പോലെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അച്ഛൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാ അച്ഛനെ വിടാത്തിയെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കും, നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മോൻ വിളിച്ചാൽ ഞാൻ പോകും, നീ എപ്പോഴും പറയുന്നത് സച്ചി എൻ്റെ മോനാണെന്നല്ലേ, നീ ഒരിക്കലും അവനെ മോനായിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ എൻ്റെ മോനാണ് ഇപ്പോൾ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോകുവാണെന്ന് പറയുവാണ് രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവനെ വിശ്വസിച്ചിട്ട് ആരെങ്കിലുമൊക്കെ പോകുമെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, ഇവൻ എൻ്റെ മോനാണ്, ഇവൻ എന്നെ നല്ലോണം നോക്കും, അതുകൊണ്ട് തന്നെ ഞാൻ പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഭീഷണിപ്പെടുത്തുമെന്നല്ല, ഒരു വീട്ടിൽ എല്ലാ മക്കളും ഒരുപോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ അമ്മമാർ, പക്ഷെ നീ എന്താണെന്ന് പറഞ്ഞാൽ ഈ സച്ചിയോട് മാത്രം പുറത്തു പോകാൻ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാ വീട്ടിലും ഏത് മക്കൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, നമ്മുടെ ശ്രീകാന്ത് ഇപ്പം ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, അവനെപ്പറ്റി എനിക്കറിയാം, അവൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരും, അവനെ ഞങ്ങളില്ലാതെ നിൽക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ രേവതി നീ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെക്ക്, നമുക്ക് പോയി മേടിക്കാം, നമുക്ക് പോയി വേറെ വീട്ടിൽ താമസിക്കാം എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ. ചന്ദ്ര അപ്പോഴും പറയും, എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, നീ ഇപ്പോൾ സച്ചി ഇവിടെ നിന്ന് പുറത്താക്കി എന്തായാലും ഞാൻ പോകും, ഞാൻ പോണോ വേണ്ടയോ നീ തന്നെ തീരുമാനിക്കാൻ പറയുവാണ് രവീന്ദ്രൻ. ചന്ദ്രക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിരിക്കുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരും ഇതുവരെ എൻ്റെ വാക്ക് കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തിൽ പോകുവാണ്. അപ്പോൾ രവീന്ദ്രൻ സച്ചിയോട് രേവതിയോടും പറയും, നിങ്ങൾ മുറിയിലോട്ട് പോകുമെന്ന് പറഞ്ഞ് അവരെയും പറഞ്ഞു വിടും. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ ഇനി ഇവർ വീട്ടിൽ നിന്ന് പോകുന്നില്ലേ? അപ്പോൾ ശ്രുതി പറയും, അതാണ് സംസാരിച്ച് അവൻ വിഷയം തന്നെ മാറ്റിയെടുത്തില്ലേ, അവരിനി എവിടെയും പോകാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രുതിയും പോകുവാണ്. ശ്രുതിയാണെങ്കിൽ അവർ പുറത്തു പോകുമെന്ന് ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമായിരുന്നു. ശ്രുതിയുടെ സന്തോഷമൊക്കെ അതോടെ പോയി. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് ജോലിയിലോട്ട് കയറുവാണ്. അപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത് നീ ജോലിക്ക് വന്നത്, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞോ, ഫംഗ്ഷൻ കഴിഞ്ഞ് 2 ദിവസം ലീവ് വേണമെന്നൊക്കെ പറഞ്ഞ് ഭാര്യയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഇല്ല എനിക്ക് ജോലിക്ക് വരണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഉള്ളിലോട്ട് കയറുവാണ്. അപ്പോൾ ഉള്ളിലുള്ള ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും, അയ്യോ ശ്രീകാന്ത് എനിക്ക് ഫംഗ്ഷന് വരാൻ സാധിച്ചില്ല, നീ എന്താടാ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നോ, എന്ത് പറ്റിയെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് വളരെ വിഷമത്തിൽ പറയും, ഒന്നുമില്ലടാ, ഫംഗ്ഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എന്തു പറ്റി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് കാര്യമൊന്നും പറയുന്നില്ല. കല്യാണം കഴിച്ചതൊക്കെ വെറുതെ ആയി, ഇനി ആരും കല്യാണം കഴിക്കരുതെന്നൊക്കെയാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കും, ഇന്നലെ വരെ നീ നല്ല ഹാപ്പി ആയിരുന്നല്ലോ, ഇന്നിത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും പോട്ടെ ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ പറയും, വൈകിട്ട് വീട്ടിൽ പോകുമ്പോഴേക്കും പറയാമെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഏത് വീട്ടിൽ, നിന്റെ വീട്ടിൽ? ഞാൻ വീട്ടിലോട്ടൊന്നും പോകുന്നില്ല. അതെന്താടാ, നീ വീട്ടുകാരായിട്ട് പ്രശ്നമാണോ? എല്ലാവരായിട്ടും എനിക്ക് പ്രശ്നമാണ്, ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കും, അപ്പോൾ പിന്നെ നീ എവിടെ താമസിക്കും, ഇവിടെ വെയിറ്റേഴ്സൊക്കെ താമസിക്കുന്ന മുറിയില്ലേ, അവിടെ താമസിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കും, അതിനത് ചെറിയ മുറിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, ചെറുതായിരുന്നാലും സമാധാനം ഉണ്ടായാൽ മതി, ഞാൻ ഇന്ന് അവിടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറയുവാണ് ശ്രീകാന്ത്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി ഫോണെടുത്ത് മീരയെ വിളിക്കുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, നിനക്ക് എന്തൊരു ഭാഗ്യമാടി. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഭാഗ്യോ എനിക്കോ? പിന്നെ അല്ലാതെ നമ്മൾ സച്ചിയെ കൊടുക്കാൻ വേണ്ടി ഓരോ പ്ലാൻ ചെയ്തു, പക്ഷെ അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം നടക്കുകയും ചെയ്തു, നിന്റെ വിഷയം എല്ലാവരും മറന്നു പോവുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാ, നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ പ്രശ്നം തന്നെയാണ് നടന്നത്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പിന്നെ അതിനെപ്പറ്റി ചോദിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? അപ്പോൾ ശ്രുതി പറയും, ഇല്ല, എൻ്റെ അച്ഛൻ്റെ കാര്യം മറന്നിരിക്കുക, ഇപ്പോൾ സച്ചിയെയും രേവതിയും ചീത്ത പറയുന്ന തിരക്കിലായിരുന്നു ആൻറ്റി, ഇനി എപ്പോഴാണ് അത് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല, ഇനി കുറച്ച് നാളത്തേക്ക് എന്തായാലും ചോദിക്കത്തില്ല, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വരെ പോയി. പക്ഷേ അപ്പോൾ മീര ചോദിക്കും, എന്നിട്ട് അവർ പോയോ, എവിടെ നിന്ന്? അപ്പോഴേക്കും ആങ്കിള് കിടന്ന് ഓരോ ഇടയിൽ അവരുടെ കൂടെ പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരുടെ ഇത് ക്യാൻസലായി പോയി, ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആൻറ്റി ചോദിക്കുവാണ്, നിൻ്റെ അച്ഛൻ പ്ലെയിൻ കയറി എന്നല്ലേ
എന്നല്ലേ പറഞ്ഞത്, പ്ലെയിൻ കയറി അച്ഛൻ ഇതുവരെ എത്തിയില്ലെന്നൊക്കെ ചോദിച്ചാൽ നീ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ടെൻഷനാവുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അത് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നും, അത് പറയാമെന്ന് പറയുവാണ് ശ്രുതി. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ രേവതി വന്ന് ശ്രുതിയെ വിളിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ശ്രുതി അപ്പോൾ എളുപ്പം കോൾ കട്ട് ചെയ്തിട്ട് പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ്. ചന്ദ്ര അങ്ങനെ ദേഷ്യത്തിലിരിക്കുവാണ്. രേവതി വന്നപ്പോൾ അച്ഛനെയൊക്കെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അച്ഛാ വാ കഴിക്കാം, ഭക്ഷണമായി, അമ്മയെ വാ കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും ചന്ദ്രേ വാ, രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് പോയി കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എനിക്ക് വേണ്ട, നിങ്ങളൊക്കെ പോയി സന്തോഷത്തോടെ കഴിച്ചോ, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് വിശപ്പൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ബാക്കിയുള്ള എന്ത് പ്രശ്നം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരിഹരിക്കാം, പക്ഷേ വിശപ്പിൻ്റെ പ്രശ്നം അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ, നീ വാ നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറയുവാണ്. അപ്പോൾ രേവതിയും വിളിക്കും അമ്മേ, വാ അമ്മേ നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര രേവതിയെ ചീത്ത പറയുകയാണ്. ഡി മര്യാദക്കിരുന്നോ, നീ എന്നോട് മിണ്ടാനും നിൽക്കണ്ട, ഒന്നിനും നിൽക്കണ്ട, പോടി എൻ്റെ മുമ്പിൽ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും രേവതിയുടെ മുഖമൊക്കെ മാറുവേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി നീ എന്തിനാണ് അമ്മേനോട് സംസാരിക്കാൻ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് വാ നമുക്ക് കഴിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ വാ, ഭക്ഷണം കഴിക്കാദ്യം, ഭക്ഷണം കഴിച്ചാൽ തന്നെ പകുതി നമ്മുടെ ടെൻഷനൊക്കെ മാറും, നീ വാ എന്ന് പറഞ്ഞ് ചന്ദ്രയെ നിർബന്ധിക്കുവാണ് രവീന്ദ്രൻ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും പോയിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ടൈമിൽ ചന്ദ്ര മാത്രം കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് കഴിക്കടോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് നടന്ന സംഭവങ്ങൾക്ക് ഇപ്പോഴൊരു സിനിമ പോലെ തോന്നുവാണെന്ന് പറയുമ്പോഴേക്കും സച്ചി കളിയാക്കുവേ, സിനിമ എന്ത് സിനിമ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എടാ നീ അമ്മയെ ഒന്നുകൂടെ ദേഷ്യം പിടിപ്പിക്കല്ലേ, വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇവൻ കാരണം മനുഷ്യൻ്റെ ഉള്ള സമാധാനം എല്ലാം പോയി, മനുഷ്യനെ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് ചന്ദ്ര സച്ചിയെ അപ്പോഴും കുറ്റപ്പെടുത്തുവാണ് ഭക്ഷണത്തിന് മുമ്പിലിരുന്ന്. അപ്പോൾ രവീന്ദ്രൻ സച്ചിയെ ചീത്ത പറയും എടാ സച്ചി നീ വെറുതെ ഇരി, അമ്മ ഇപ്പം വന്നിരുന്നേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, എല്ലാവരും ഭക്ഷണം കഴിക്കുക, വെറുതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ തന്നെ എല്ലാം മാറും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്ത് മാറാൻ വേണ്ടി, ഇനി എങ്ങനെ മാറാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര തന്നെ പിന്നെയും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോയ മാനോ അഭിമാനോ ഒക്കെ ഇനി എങ്ങനെ വരും നമുക്ക് തിരിച്ച്, നാട്ടുകാർ മുമ്പിൽ നമ്മളിനി എങ്ങനെ നോക്കും എന്നൊക്കെ ചന്ദ്ര വീണ്ടും പറയുവാണ്. അങ്ങനെ ചന്ദ്ര എന്നിട്ട് സച്ചിയെ കുറ്റപ്പെടുത്തുവാണ്, ഇവനെ പോലെ ഒരു മോനുള്ള വീട്ടിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല, നാട്ടുകാരുടെ മുമ്പിലൊക്കെ നാണം കെട്ടു, പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രുതി, നിന്റെ അച്ഛൻ ആ പരിപാടിക്ക് പങ്കെടുത്തില്ല എന്ന് ചന്ദ്ര പറയുവാണ്. അപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുവേ, കാരണം അച്ഛൻ്റെ കാര്യം മറന്നിരിക്കുന്നു എന്നോർത്തതാ വീണ്ടും ഈ ആൻറ്റി എന്താ അച്ഛൻ്റെ കാര്യം പറയുന്നതെന്ന് ഓർക്കുവാണ് ശ്രുതി. നല്ല കാര്യം അച്ഛൻ വന്നില്ല, അല്ലെങ്കിൽ ആ മലേഷ്യക്കാരൻ അച്ഛൻ്റെ മുമ്പിലും കൂടി ഞങ്ങളുടെ നാണം പോയാനെ, അദ്ദേഹം ഇവിടെ നിന്ന് ഭയങ്കര വിഷമത്തിൽ മലേഷ്യയിലോട്ട് തിരിച്ചു പോകേണ്ടിയും വന്നാനേന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന 2 മരുമക്കളും പണക്കാരുടെ വീട്ടിലെ മരുമക്കളാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഈ പാർലറേട്ടത്തിയെ മാത്രമല്ലേ അമ്മ വിളിച്ചുകൊണ്ട് വന്നത്, മറ്റേ ശ്രീകാന്ത് നമ്മുടെ ഒളിച്ചോടി പോയി കെട്ടിയതല്ലേ, അമ്മ പറയുന്നത് കേട്ടാൽ തോന്നും അമ്മ പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് ഒളിച്ചോടിയതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും എടാ സച്ചി നീ വെറുതെ ഇരി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, ഇനി എന്ത് പറയാൻ, എല്ലാവരുടെ മുമ്പിലും ഞങ്ങളുടെ നാണോ മാനോ പോയില്ലേ, ഇനി അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും ആൻറ്റി ഇങ്ങനെ ഓരോന്ന് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ, ആൻറ്റി ആദ്യം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് വിഷയം മാറ്റാൻ നോക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ പോകുകയെ എന്നിട്ട് ചോദിക്കും അല്ല ശ്രുതി നിന്റെ അച്ഛൻ എവിടെ, നിന്റെ അച്ഛൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങനെ നെട്ടി നിൽക്കുവാണ്. കാരണം അച്ഛൻ്റെ വിഷയം മറന്നു എന്നിരുന്നു ആ ചോദ്യം ഇനി ഇപ്പോഴൊന്നും കേൾക്കില്ല എന്ന് ഓർത്ത് സമാധാനിച്ചിരിക്കുമായിരുന്നു ശ്രുതി. പക്ഷെ ആ ചോദ്യം വീണ്ടും വന്നിരിക്കുവാണ്, എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ ശ്രുതി അങ്ങനെ നെട്ടിരിക്കുവാണ്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശ്രുതി ഇനി എന്ത് കള്ളത്തരം പറയുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.